നമസ്കാരം. അയോധ്യ കാശി യാത്രയ്ക്ക് ശേഷം കോഴിക്കോട് മടങ്ങിയെത്തി. വൈകുന്നേരം നടക്കാൻ പോവുകയാണ്. എതിരെ വരുന്ന ഒരാള്, എന്നെ പരിചയമുണ്ട്, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. സ്കൂട്ടർ നിർത്തി, പിറകില് ഭാര്യയുണ്ട്. പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുണ്ട്. സാറ് തീർത്ഥയാത്ര ചെയ്ത പോലെ ഞാൻ ഇപ്പോ തമിഴ്നാട്ടിലായിരുന്നു. ഞങ്ങൾ ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയി. സ്വാമി മലയിൽ പോയി. ഒരു സംശയം സാറിനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അവിടെ അമ്പലത്തിന്റെ മുമ്പില് ഒരു ആന മുരുകക്ഷേത്രത്തിന്റെ മുമ്പില് എങ്ങനെയാ നന്ദികേശം വരിക? അതിന്റെ മറുപടി പറയണമെങ്കിൽ ധന്യവിധനം കേൾക്കുന്നവർക്കറിയാം, ഒന്ന് ഇരുന്ന് കേൾക്കേണ്ടതല്ലേ? 10 മിനിറ്റ് കൊണ്ട് തന്നെ ചുരുക്കി പറയാൻ അദ്ദേഹം 10 മിനിറ്റ് നിൽക്കുമോ? അപ്പോഴേക്കും ബാക്കിൽ വാഹനം വരുമ്പോ സ്കൂട്ടറിൽ പോണ്ടി വരില്ലേ? ഭാര്യ അസ്വസ്ഥയായിട്ടാണ് പിറകിലെ സീറ്റിരിക്കുന്നത്. ക്ഷമാപൂർവം ഇരുന്ന് കേൾക്കേണ്ടത് ആണ്. അതിന്റെ മറുപടി അദ്ദേഹം കൂടി കേട്ടോട്ടെ ചുറ്റി ഞാൻ പറയുകയാണ്. മുരുകൻ 6 പടവീടുകളാണുള്ളത്. മുരുകൻ എന്ന് പറഞ്ഞാൽ നാം തന്നെയെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. 6 പടവീടുകളിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാഹരണമാണ്. 6 പലകയുള്ള ഒരു പെട്ടിയാണ് ഈ ലോകം. ഒരു പെട്ടിക്ക് 6 പലക വേണം. 4 ഭാഗത്ത് 4 പലക, മുകളിലൊരു പലക, 5-മതൊരു പലക. അതിൽ നിന്ന് ഒരു വിഷയത്തെ ഞാൻ ഗണിച്ചെടുക്കുക. അതാണ് അറുമുഖൻ. ജ്യോതിഷവും അങ്ങനെയാണ്. ഈ ശൂന്യതയിൽ നിന്ന് നമ്മളൊരു കാര്യം ഗണിച്ച് എടുക്കുന്ന 6 ചക്രത്തെ ബേസ് ചെയ്ത് മുരുകന് 6 രൂപമുണ്ട്. തിരുപ്പറക്കുണ്ട്രം മൂലാധാരം, സ്വാധിഷ്ഠാനം തിരുച്ചെന്തൂർ, മണിപൂരകം പഴനി, അനാഹതം സ്വാമിമല. ഓരോ സ്ഥലത്തെയും ദേവതകള്, പൂജാവിധികളൊക്കെ ഈ ആധാര ചക്രങ്ങളെ ബേസ് ചെയ്തു. ഇക്കാരണം കൊണ്ടാണ് 6 പടവിടെ ഒക്കെ കുന്നുംപുറത്താണ്, പർവ്വതത്തിന്റെ മുകളിൽ. നമ്മുടെ ഈ 6 ചക്രങ്ങളും, ചക്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നല്ല, കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് താനും. സ്വാധിഷ്ഠാന ചക്രം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വാധിഷ്ഠാനം കഴിഞ്ഞാൽ മൂലാധാരം കഴിഞ്ഞാൽ സ്വാധിഷ്ഠാനം മൂത്രസഞ്ചിയുടെ മുകളിലായിട്ടാ വരിക. അതുകൊണ്ട് തന്നെയാണ് അത് മാത്രം സമുദ്രതീരത്തിലാണ് തിരുച്ചെന്തൂർ. അത് കഴിഞ്ഞ് മണിപൂരകം പഴനി കഴിഞ്ഞിട്ട് അനാഹതത്തിലേക്ക് എത്തിയ അവിടെയാണ് സ്വാമിമല. സ്വാമിമലയിലൊക്കെ നമ്മൾ പോകുമ്പോ ഒരു ഗുരുനാഥനായിട്ട് ഇരുന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പലതും മനസ്സിലാവുകയില്ല. കാരണം പ്രതീകാത്മകമാണ്. മുരുകൻ ജനിച്ചത് തന്നെ അസൂരപത്മൻ എന്ന അസുരനെ നിഗ്രഹിക്കാനാണ്. ഈ അസുരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമെന്നല്ല, നമ്മളിൽ തന്നെയുള്ള ഒരു കാര്യമാണ് ആസുരിക ഭാവം, അസുക്കളിൽ രമിക്കുന്നത്. ശൂരപത്മനെ 2 കഷ്ണമാക്കി.
ഒരു കഷ്ണത്തെ മയിൽ ആക്കി മാറ്റി, മറ്റേ കഷ്ണത്തെ കോഴിയാക്കിയും മാറ്റി. മൂലാധാരവും സ്വാധിഷ്ഠാനം കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് നടക്കുന്നത്. എനർജി രണ്ട് തരമുണ്ട്. സെക്സ് എനർജിയും ക്രിയേറ്റീവ് എനർജിയും. കുറച്ചു ദൂരം കഴിഞ്ഞ് നമ്മുടെ ഉപാസനയിലേക്ക് എത്തുമ്പോൾ എനർജി ശക്തമാകും. സെക്സ് എനർജി അങ്ങോട്ട് ശക്തമാകും. കവികള്, കലാകാരന്മാര് തുടങ്ങിയവരൊക്കെ ഗ്രാമീണ ഭാഷ പറഞ്ഞാൽ ഈ ഒരു ചിന്തയുള്ളൂ അയാളുടെ തലയിലെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ നിൽക്കുക. അവർക്ക് ഒരു ഉയർച്ചയില്ല. കാരണം സെക്സ് എനർജി വേണേനി. ക്രിയേറ്റീവ് എനർജി മറ്റൊന്നാണ്. സെക്സ് എനർജി എന്ന് പറഞ്ഞാൽ ലൈംഗികത മാത്രമല്ല. കുടുംബം, പ്രാരാബ്ധം, വീട് വെക്കല്, ഉദ്യോഗം ഭരിക്കലൊക്കെ അതിന്റെ ഭാഗമാണ്. അവിടെ എത്തുമ്പോ, നമ്മുടെ ജീവിതത്തിൽ അവിടെ എത്തുമ്പോ സെക്സ് എനർജിയും ക്രിയേറ്റീവ് എനർജിയും തുല്യമായിട്ട് വരും. നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. സെക്സ് എനർജിയെ കോഴിന്ന് വിളിച്ചു. കോഴിയെ അടയാളമാക്കി. അയാൾ വലിയ കോഴിയാന്ന് പറഞ്ഞതിൽ മോശം വാക്കല്ല, ഇതാണ് അർത്ഥം. മുരുകൻ എന്ത് ചെയ്തു? മയിലിന്റെ പുറത്ത് കയറിയിട്ട് ഉയർന്നു. ക്രിയേറ്റീവ് എനർജിയിലേക്ക് ഉയർന്നു. മനുഷ്യന് ക്രിയേറ്റീവ് എനർജിയിലേക്ക് ഉയരാൻ കഴിയും. സൂരപത്മനെ വധിച്ചു. ദേവേന്ദ്രന് അസുരന്മാരെ കൊണ്ട് ഉപദ്രവം ഉണ്ടായി. ദേവേന്ദ്രൻ മുരുകനോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ദേവേന്ദ്രൻ. അതാണ് ദേവേന്ദ്രൻ എന്ന് പറയുന്നത്. നമ്മുടെ അകത്തുള്ള പോസിറ്റീവ് വൈബ്രേഷന്റെ ഹെഡാണ് ദേവേന്ദ്രൻ. ആ ദേവേന്ദ്രനെ അസുക്കൾ ആക്രമിക്കുകയാണ്. അപ്പൊ പറയാൻ ആരോടാ നല്ലത്? നമ്മളിലെ സുഷുമ്നയോട്, മുരുകനോട്. ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മുരുകൻ അസുരന്മാരെ നിഗ്രഹിച്ചു. പോസിറ്റീവാക്കി, മനസ്സിനെ പോസിറ്റീവാക്കി. ആ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന്റെ ആനയെ അങ്ങോട്ട് കൊടുത്തു മുരുകൻ. അത് സംഭവിക്കുന്നത് മൂലാധാരവും സ്വാധിഷ്ഠാനവും മണിപൂരും കഴിഞ്ഞ് അനാഹതത്തിന്റെ അവിടെ എത്തുമ്പോഴാണ് സംഭവിക്കുന്നത്. അനാഹതം എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ ഭാഗമാണ്. ഐരാവതം എന്ന ആന ഇന്ദ്രന്റെ ആന ആയിരുന്നു. വലിയൊരു കഥ അതിന്റെ പിറകിലുണ്ട്. ആ കഥ ഒരു ശാസ്ത്രീയമായ അർത്ഥമുണ്ട്. ആ ആന കാരണം കൊണ്ടാണ് പാലാഴി കടഞ്ഞ് അമൃത് എടുക്കേണ്ടി വന്നത്. അത് ഗുണം. ഏത് ദോഷത്തിനും ഗുണമുണ്ട്. അങ്ങനെ പാലാഴിയിൽ കിടന്നത് കൊണ്ടാണ് ഐരാവതത്തിന് വെളുത്ത നിറം വന്നത്. ആ ആനയെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് സ്വാമിമല ക്ഷേത്രത്തിലെത്തുമ്പോൾ അത് ശ്രദ്ധിക്കണം. വെളുത്ത ആന എന്ന് പറയുന്നതിൽ കുറെ കൂടി അർത്ഥം ഉണ്ട്. നമ്മളുടെ അകത്ത് ഒരു ദേവേന്ദ്രനുണ്ട്. ആ ദേവേന്ദ്രന്റെ ആന വാഹനം വെളുത്ത ആനയാണ്. ഇതൊക്കെ ഞാൻ ആലോചിക്കുന്നത്, ഒന്നാം നമ്പർ ക്രിമിനലുകള്, ഒരു ഗുണവുമില്ലാത്ത സെക്സ് എനർജിയുടെ പിറകെ പോലുള്ള ജീവിതങ്ങൾ. കുടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും പറയാനില്ല. എന്തെങ്കിലും ന്യായം വേണ്ടേ? അപ്പൊ അവര് പറയുന്നതാണ്,
എന്താ ഉണ്ടായത് ദൈവത്തിനറിയാം. ഞാൻ ശുദ്ധനാണ്. എന്റെ കൈകളിൽ യാതൊരു മാലിന്യവും ഇല്ല. ഇവരുടെയൊക്കെ വിചാരം അവര് ശുദ്ധന്മാരെന്നാണ്. ഏത് ദുഷ്ടന്റെ വിചാരവും അതാണ്. വെളുത്ത ആനയാണ് നമ്മുടെ സന്തോഷാചാരി. കാരണം ആത്മാവ് പരിശുദ്ധാണ്. ഈ തെറ്റൊക്കെ ചെയ്തിട്ടേ അത് അങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ അറിഞ്ഞതല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും അർത്ഥതലങ്ങൾ അതിന്റെ പിറകിലുണ്ട്. എന്നോട് ചോദ്യം ചോദിച്ചാൽ വ്യക്തി ഇത് കേൾക്കുന്നറിയാം. സ്കൂട്ടറിൽ ഭാര്യയെ പിറകിലെ ഇരുത്തി തിരക്കുകളുടെ അവസരത്തിൽ ഇത് ഇത്ര നേരം അദ്ദേഹം കേൾക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കാര്യം മാത്രമേ ധന്യമേ ജീവിതത്തിൽ ഒരു ദിവസം പറയാൻ കഴിയുള്ളൂ എന്ന് ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.